കണ്ട പോലെ ഒരു നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവര് 4 പ്രാവശ്യമായി കാണാൻ വേണ്ടി വരുന്നത്. ഇപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത്. കറക്റ്റ് ഇന്ന് തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ വന്നതാണ്. കൂടെ കുറച്ചും കൂടെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും എന്നെ കണ്ടപ്പോൾ പേടിച്ച് ഓടി എന്നാണ് ഇവര് പറയുന്നത്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ കണ്ട വീഡിയോ വന്നിട്ട് എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആണെന്നൊന്നും വിചാരിക്കേണ്ട, ഇതെന്താ ഇതിൻ്റെ കൂടെ ഇട്ടെന്നൊന്നും വിചാരിക്കേണ്ട. അത് ഞാൻ ലാസ്റ്റ് ടൈം വീട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ലെങ്ത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തതാണ്. കാരണം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നേ. ഈ കുട്ടികൾ കുറേ പ്രാവശ്യമായി എന്നെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർ വരുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാവില്ല. അങ്ങനെ ഓരോ തിരക്കായിട്ട് പോവും. 4-5 പ്രാവശ്യമായി അവർ വരുന്നു. അങ്ങനെ ലാസ്റ്റ് വന്നപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടായി. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ പോയതായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിലാണ് അവർ വന്നത്. അപ്പോൾ കണ്ടിട്ടുണ്ടായി. അങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് ഒരാളെങ്കിലും എന്ന് വെച്ചാൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാളെങ്കിലും തിരിച്ചറിയാതെ പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് ഫീൽ ചെയ്തിട്ട് തന്നെ അറിയണം. ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ്. ഇന്ന് വൈകുന്നേരം നമുക്കൊരു യാത്ര പോകാനുണ്ട് ഗായ്സ്. അത് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറയാം, വരും വഴി ഞാൻ പറയാം. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് അടുക്കളയിൽ അപ്പമൊക്കെ ചുട്ടിട്ട് പിന്നെ നമ്മൾ തിരുമ്പാനും കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ ആളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ചെയ്യുന്ന ഞാൻ വലുതായിട്ടൊന്നും പണിയൊന്നും എടുക്കലില്ല, അങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങളെ ചെയ്യുള്ളൂ. ആ ചെയ്യുന്നതും കൂടെ ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ആൾ മെയിനായിട്ട് ഇങ്ങനെ തിരുമ്പാനൊന്നും എൻ്റെ കൂടെ വരലില്ല ഇത് ഇടാൻ വേണ്ടിയിട്ടൊന്നും. എൻ്റെ കയ്യിൽ ചെറിയൊരു മുറിയായിട്ടുണ്ടായി. നമ്മൾ ഈ കുളിക്കുന്ന സോപ്പ് വയ്ക്കുന്ന ആ സൈഡ് തട്ടിയിട്ട് ഭയങ്കര മൂർച്ച ഉണ്ടായിരുന്നു അതിന്. അതൊന്നും ഞാൻ വൃത്തിയാക്കാൻ പോയതാണ്. നല്ലോണം ചെറിയൊരു മുറിയാണ്, പക്ഷെ അത് ആഴത്തിലുള്ളിലേക്ക് പോയിട്ട് ഭയങ്കര വേദനയായിരുന്നേ. അപ്പോൾ ഇത് കറക്റ്റ് എനിക്ക് സോപ്പ് തട്ടുമ്പോൾ നല്ലോണം നീറുമല്ലോ. അപ്പോൾ മൂപ്പര് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. ആദ്യമായിട്ട് ഈ പണികളൊക്കെ ചെയ്യുന്നതിന് നല്ല ബുദ്ധിമുട്ട് മൂപ്പരെ മുഖത്തുണ്ട് കേട്ടോ. പിന്നെ ഒന്നും മിണ്ടാതെ നിന്ന് ചെയ്യുകയാണ്. എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ പോയാലും പണി, ഇവിടെ വന്നാലും പണി, എവിടെ ചെന്നാലും എനിക്ക് പണിയാണല്ലോ എന്ന്. വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പണികളൊക്കെ മൂപ്പര് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വേഗം പോകാൻ വേണ്ടിയിട്ട്. വെറുതെ പറഞ്ഞാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പല്ലിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി. ഈ തോരയിടുന്ന പണി വേഗം തീർക്കും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വെയിൽ വന്നാൽ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ തോരയിടേണ്ടത് ആദ്യം ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ പല്ലിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായി. അപ്പോൾ നമുക്കിന്ന് ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അല്ലേ ഇങ്ങനെ എണ്ണ തൊട്ടിട്ടാണ്, എണ്ണ ജസ്റ്റ് പുരട്ടി കൊടുത്തിട്ടാണ് ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. ഞങ്ങളെ വീട്ടിലൊന്നും എണ്ണ തൊടലില്ല. ഇങ്ങനെ ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ചപ്പാത്തി ഇട്ടിട്ട് അപ്പുറം അപ്പുറവും തിരിച്ച് അങ്ങനെ മറിച്ചിട്ട് ഉണ്ടാക്കലാണ്. ഇവിടെ എണ്ണ ഇങ്ങനെ ജസ്റ്റ് തൊട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായി. എനിക്ക് ചപ്പാത്തി കണ്ണെടുത്താൽ കണ്ടുകൂടാ, എനിക്ക് ഇഷ്ടമല്ല ചപ്പാത്തി. പക്ഷേ ഈ ഒരു ചപ്പാത്തി എനിക്ക് ഇഷ്ടമായി. എന്താണെന്നറിയില്ല, ഇവിടുത്തെ ടേസ്റ്റൊക്കെ എനിക്ക് നല്ലോണം, എൻ്റെ വീട്ടിലത്തേനേക്കാളും എനിക്ക് ഇവിടുത്തെ ടേസ്റ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു കുളി പാസ്സാക്കിയിട്ട് നല്ലോണം വേർത്തിട്ടുണ്ടായേ. അങ്ങനെ ഞാനൊരു കുളി പാസ്സാക്കി. എനിക്ക് കുളിയൊന്നും പതിവില്ല. ഞാൻ 2-3 ദിവസം കൂടുമ്പോഴാണ് തല നനയ്ക്കാറ്. മേലൊന്നും കഴുകും, തല നനയ്ക്കാറ് ഞാൻ 2-3 ദിവസം കൂടുമ്പോഴാണ്. കുളിയൊന്നും എനിക്ക് രാവിലെ പതിവില്ലാത്തതാണ്. പക്ഷെ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫ്രഷ് ഫീലിംഗ് കിട്ടും. അപ്പോൾ എനിക്ക് കയ്യിന് വയ്യാത്തതുകൊണ്ടാണ്. ഭയങ്കര ക്രിഞ്ചായിട്ടൊന്നും ആരും വിചാരിക്കേണ്ട. എനിക്ക് കയ്യിന് ആ മുടി കയ്യിൻ്റെ ഉള്ളിൽ കുടുങ്ങും. അതുകൊണ്ട് മൂപ്പര് എനിക്ക് തല തുറത്തി തരികയാണ്. അല്ലെങ്കിലൊന്നും ഈ പരിപാടി ശീലമില്ല. അപ്പോൾ അതാ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സുഖം കേട്ടോ. മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം. മനസ്സും തലയൊക്കെ ഒരുപോലെ തണുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കിൻ കെയർ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ലിപ് ബാമില്ലേ ഹൈലൈറ്റ് പോയ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് മിനിമലിസ്റ്റിൻ്റെ SPF വരുന്ന ലിപ് ബാമാണ്. എന്താ അടിപൊളി ലിപ് ബാമാണെന്നറിയാം. അതിനിടയ്ക്ക് താഴെട്ട് പൊട്ടിക്കും ചെയ്തു. എന്ത് സാധനം കിട്ടിയാലും ഞാൻ നശിപ്പിക്കും കേട്ടോ. ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയായാലും അത് നശിച്ചു പോവും. നല്ല അടിപൊളി ലിപ് ബാമാണ്. ചുണ്ട് പൊട്ടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ലിപ് ബാമാണ്, നല്ല കൺസിസ്റ്റൻസിയാണ്. രാത്രി ഇട്ട് തേച്ച് കിടന്നാൽ രാവിലെ ആകുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ലിപ്സ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുഖത്ത് തേക്കാനുള്ള ഓയിൽമെൻറ്റ് തേച്ച് പിന്നെ ഞാൻ ഇപ്പോൾ ഭയങ്കര ഈ AC ഇടുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര തണുപ്പാണ് കേട്ടോ. തണുപ്പ് പിടിച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരിക. അപ്പോൾ ഈ ബോഡി ലോഷൻ ഇല്ലാതെ പറ്റൂല. എനിക്കൊന്നും ആദ്യം ബോഡി ലോഷൻ ഇഷ്ടേ അല്ലായിരുന്നു. ഭയങ്കര ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇപ്പോൾ ബോഡി ലോഷൻ ഇല്ലാതെ പറ്റൂല. ഭയങ്കര ഡ്രൈ ആയി പോവുകയാണ് സ്കിന്നൊക്കെ. എനിക്ക് അധികം തണുപ്പും പറ്റൂല, അധികം ചൂടും പറ്റൂല, അങ്ങനത്തെ ആളാണ്.
അപ്പോൾ ഈ ഒരു ഓയിൽമെൻറ്റ് ഞാൻ ആദ്യം തേച്ച ആ ഓയിൽമെൻറ്റ് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അതിനെ റെസ്റ്റ് ചെയ്യാൻ വിടണം. എന്നിട്ട് അതൊന്ന് മുഖത്ത് പിടിച്ചിട്ട് വേണം അടുത്ത സൺസ്ക്രീന് തേക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഹെയർ സെറം തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ കയ്യിലാക്കിയ സമയത്താണ് മറ്റേ കയ്യിൽ മുറിയാണല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അങ്ങനെ മറ്റേ കൈ ഉപയോഗിച്ചിട്ട് അത് വിദഗ്ധമായിട്ട് ഞാൻ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ ഈ ഒരു സെറം അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് സ്പ്രെഡ് ചെയ്യുന്നൊരു സ്മെല്ല് റൂം മൊത്തം ഉണ്ടാവും. കുറച്ചൊക്കെ നേരത്തേക്ക് ഇത് തലയിൽ നിൽക്കുള്ളൂ കേട്ടോ, കുറച്ച് നേരത്തേക്ക് നിൽക്കുള്ളൂ. എന്നാലും അതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ കമുണ്ടലം ഞാൻ മേടിച്ചിട്ടുണ്ടായി. പഴയ കമുണ്ടലം വീട്ടിലാണ്. അപ്പോൾ പുതിയതിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാൻ ഭയങ്കര രസമാണ്. നമുക്കൊരു മോട്ടിവേഷനാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ ഭയങ്കര എപ്പോഴും ആ കുപ്പിയും കൊണ്ട് നടക്കലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ആദ്യത്തെ പോലെയല്ല. ഇപ്പോൾ കുറച്ചൊക്കെ കുടിക്കുള്ളൂ. അതിനോടുള്ളൊരു പുതുക്കം തീർന്നപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ കുടിക്കുകയുള്ളൂ. പിന്നെ ഞാൻ അടിച്ചു വാരി, മേലെയും താഴെയൊക്കെ ഒന്ന് അടിച്ചു വാരി. മെയിനായിട്ടുള്ള എൻ്റെ ഇവിടുത്തെ പണി എന്ന് പറഞ്ഞാൽ അടിച്ചു വാരലാണ്. വേറെ വലിയ പണിയൊന്നുമില്ല ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. പിന്നെ അവിടെ പായസം ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ 3 ഡബ്ബ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 ഡബ്ബയും ഫിനിഷ് ചെയ്തത് ഞാൻ. അടയായിരുന്നു കേട്ടോ. അട എൻ്റെ ഫേവറേറ്റാണ്, ഏറ്റവും ഫേവറേറ്റാണ്. സേമിയ ഞാൻ കുടിക്കൂല. അതേപോലെ തന്നെ ചെറുപയർ ആദ്യം ഇഷ്ടമായിരുന്നു, ഇപ്പം അതിനോടും താല്പര്യമില്ല. പിന്നെ പാൽപ്പായസം ഇഷ്ടമാണ്, ഈ അടപ്പായസം ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം അടയാണ്. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടം. സേമിയ കണ്ട എനിക്കൊരു പുഴു അരിക്കുന്ന പോലെ തോന്നും. ഞാൻ തൊട്ട് നോക്കുകയില്ല, ഇത്ത പാല് മാത്രമേ ഞാൻ കുടിക്കുള്ളൂ. അങ്ങനെ അട ഞാൻ ഇന്നലെയും, അതായത് അതിൻ്റെ തലേന്നും ഈ വീഡിയോ എടുക്കുന്ന ദിവസമൊക്കെ ആയിട്ട് ഞാൻ 2 ടബ്ബയാണ് കുടിച്ച് തീർത്തത്. അങ്ങനെ സാന്ദ്രയുടെ കയ്യും പൊള്ളി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് താഴത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഗായ്സ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ടൈം എടുക്കും നമ്മൾ സൺസ്ക്രീന് തേക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സൂക്ഷിച്ചും കണ്ടു വേണം സൺസ്ക്രീന് തേക്കാൻ. കാരണം ഓൾറെഡി നമ്മുടെ ഫേസിൽ ഓയിൽമെൻറ്റ് ഉണ്ട്. അപ്പോൾ നെറ്റിയിലൊന്നും ഓയിൽമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാം. പിന്നെ ഈ ചീക്സിൻ്റെ ഭാഗത്തേക്കും ചിന്നിൻ്റെ ഭാഗത്തേക്കും ഒക്കെ വരുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വേണം സ്പ്രെഡ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഓയിൽമെൻറ്റ് അങ്ങോട്ട് പോവും. അപ്പം നമ്മൾ പതുക്കെ ജെൻറ്റിലായിട്ടൊരു മസാജേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് നല്ലോണം മിക്സായി പോവും. അതൊരു ലെയറായിട്ട്, സൺസ്ക്രീൻ എപ്പോഴും ഒരു ലെയറായിട്ട് നമ്മുടെ ഫേസിൽ കിടക്കേണ്ടതാണ്. അതിനിപ്പോൾ ഓയിൽമെൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതെപ്പോഴും ഒരു ലെയറായിട്ട് നമ്മുടെ സ്കിന്നിൽ വേണം. അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് ഒട്ടിക്കാൻ പാടില്ല കേട്ടോ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആവാനായപ്പോൾ അമ്മ അവിടെ ഇരുന്നിട്ട് മുരിങ്ങേൻ്റെ ഇല ഊരുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാട്ടോ, ഈ മുരിങ്ങേൻ്റെ ഇല ഊരൽ. ചിലർക്കൊന്നും തീരെ ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും ഊരുമ്പോൾ കൂടെ പോയിരുന്നിട്ട് ഊരി ഇപ്പോൾ ഭയങ്കര സ്പീഡാണ് കേട്ടോ എനിക്ക് ദൂരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയ്ക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് പച്ചക്കറി കൂട്ടാനുണ്ടായിരുന്നു, മുരിങ്ങേൻ്റെ ഇല ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു. എനിക്ക് ഈ മോരൊഴിച്ച കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എന്തിൻ്റെ കൂടെ ആയാലും, വെള്ളരിക്കായാലും ഓമക്കായ ആയാലും, അതായത് കറുമൂസ ആയാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോരൊഴിച്ച കറി, മോരേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം TV കണ്ടിട്ടുണ്ടായി. പിന്നെ വീഡിയോയിൽ കുറേ പേര് പറയുന്നുണ്ട് നമ്മളെന്ന് കുറേ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെന്ന്. അത് വന്നു പോകുന്നതാണ് കേട്ടോ ഗൈസ്, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ അക്ഷയയിൽ പോയിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയി. ദൈവം സഹായിച്ചത് പെട്ടെന്ന് റെഡിയായി കിട്ടി. അതിൻ്റെ പിന്നാലെ അധികം നടക്കേണ്ടി വന്നില്ല. സാധാരണ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര നൂലാമാലയാണ് ശരിയായി കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടി. അതിന് പിന്നാലെ കഷ്ടപ്പെടേണ്ടി വന്നില്ല, അന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായേ. പിന്നെ ഞങ്ങൾ പോകുന്നത് ഗുരുവായൂരിലേക്കാണ് കേട്ടോ. ഞങ്ങൾ കല്യാണത്തിന് മുന്നേ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട്. അത് ബസ്സിലൊന്നല്ല, ബുള്ളറ്റിൽ പോകാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അത് റെഡി ആയത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നേ പോകാൻ വേണ്ടിയിട്ട്. രാത്രിയാണ് പോകുന്നത്. രാത്രി പോയിട്ട് അവിടെ സ്റ്റേ ആക്കുകയാണ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ പോയിട്ട് തൊഴുതിട്ട് നമ്മൾ കുറച്ച് കറങ്ങിയിട്ട് തിരിച്ചു വരാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഞങ്ങൾ റെഡിയായി, പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അന്ന് രാവിലെ തീരുമാനിച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഹറിബറി ആയിരുന്നു. പാക്ക് ചെയ്യാനുള്ളതൊക്കെ ലാസ്റ്റ് ടൈമാണ് നമ്മൾ ഫുള്ള് പാക്ക് ചെയ്തത്. ഞാനിങ്ങനെ ഓരോ ക്രീമും കാര്യങ്ങളൊക്കെ തേക്കുമ്പോൾ ഏട്ടൻ ചോദിക്കും കേട്ടോ, ഇതെന്താന്ന് ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് ഏട്ടൻ പറയും എനിക്ക് കുറച്ച് ക്രീം തരുമോ എന്നൊക്കെ ചോദിക്കും. തേക്കൂല, അതിന് ഇഷ്ടമല്ല. അതിന് എപ്പോഴും ഇങ്ങനെ മുഖം കഴുകിക്കൊണ്ടിരിക്കണം. അപ്പം തേക്കൂല. എന്നാലും ഞാൻ തേക്കുന്ന കാണുമ്പോൾ എന്നോട് പറയും എനിക്കും പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കും. മൂപ്പര് മെയിനായിട്ട് തേക്കുന്ന ഹെയർ സെറം മാത്രമാണ് കേട്ടോ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. മൂപ്പർക്ക് വേണ്ടി മേടിച്ചതാണ്. അത് നല്ലോണം തേക്കും, വേറെ ഒന്നും തേക്കൂല. അങ്ങനെ ഞങ്ങൾ ആ ബാഗിൽ നിന്ന് ഈ ബാഗിക്കും, ഈ ബാഗിൽ നിന്ന് ആ ബാഗിക്കും, അങ്ങനെ കുറേ ബാഗ് നോക്കിയിട്ടുണ്ടായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവസാനം ഞങ്ങൾ ഈ ഒരു ബാക്ക് പാക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുത്തി നിറച്ചു, കൊള്ളണില്ലായിരുന്നു, എന്നാലും സാധനങ്ങൾ കുത്തി നിറച്ചു. പിന്നെ ഞാൻ എൻ്റെ കണ്ണടയൊക്കെ എടുത്തിട്ടുണ്ടായി. ഇന്ന വീഡിയോയിൽ വളരെ വിരളമായിട്ടാവും കണ്ണട വെച്ചിട്ട് കാണുന്നുണ്ടാവും. കണ്ണട വയ്ക്കുമ്പോൾ ഞാൻ മാക്സിമം വീഡിയോ എടുക്കുന്നത് ഒഴിവാക്കും. എനിക്ക്
ഇഷ്ടമല്ല കണ്ണട വെക്കുന്ന. കണ്ണട വെച്ചെൻ്റെ മോന്തം മത്തങ്ങ പോലെയാവും. എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ലെൻസ് വെച്ച് രാത്രി അധികം വണ്ടിയും ഇങ്ങനെ പോകുന്നതല്ലേ, അപ്പോൾ പൊടി ഇങ്ങനെ കണ്ണിലേക്ക് നല്ലോണം അടിക്കും. അതുകൊണ്ട് ഞാൻ കണ്ണടയാണ് വെച്ചത്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര പുറപ്പെട്ടു. ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ തിരൂരെത്തി, നമ്മുടെ സ്വന്തം നാട്ടിലെത്തി. തിരൂർ വഴിയാണ് കേട്ടോ ഗുരുവായൂരേക്ക് പോകുന്നത്. അതാണ് എളുപ്പം. അങ്ങനെ അവിടുന്ന് എനിക്കൊരു ഹെൽമെറ്റ് മേടിച്ച് തന്നിട്ടുണ്ടായി. പോലീസ് പിടിച്ചാൽ പെറ്റി അടയ്ക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഹെൽമെറ്റ് മേടിച്ചു തന്നു. എനിക്കാണെങ്കിൽ ഹെൽമെറ്റ് വയ്ക്കുന്നത് തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഗുരുവായൂരൊക്കെ എത്താനായപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നേ. നല്ലതെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട്. ഒരു ആനേനെ പിടിച്ച് തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ T&T എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആണെങ്കിൽ മുടിഞ്ഞ തിരക്കും, ക്യൂ നിന്നിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവസാനം സീറ്റ് കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. പുറത്ത് ഡൈനിങ് ഉണ്ടായിരുന്നു. അവിടെ 2 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കയറി ഇരുന്നതാണ് കേട്ടോ. ഒടുക്കത്തെ തിരക്കായിരുന്നു. ഫുഡൊന്നും ഓക്കെ ആയിരുന്നു. അങ്ങനെ അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാതെ എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 10:30 ആയപ്പോൾ ഈ ശ്രീകൃഷ്ണ കാളിയാസ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായി. നമ്മൾ ബുക്ക് ചെയ്തതല്ല കേട്ടോ, നമ്മളപ്പോൾ പോയിട്ട് പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ റൂമിനുള്ള കാര്യങ്ങൾ, പേര്, കാര്യങ്ങൾ, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എഴുതി കൊടുത്തു. പിന്നെ റൂമിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. നല്ല മോശം റൂമായിരുന്നു. AC റൂമായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം പൈസ കൊടുത്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല അടിപൊളി വൃത്തികെട്ട റൂമായിരുന്നു കേട്ടോ. ബാത്റൂം ഒന്നും ഒരു തരി വൃത്തിയില്ലായിരുന്നു, സേഫ്റ്റി ഇല്ലായിരുന്നു. ഏട്ടൻ കണ്ടോ, ജനലൊക്കെ പൂട്ടാനുള്ള ശ്രമത്തിലാണ്. ഇതൊക്കെ ഓപ്പണായിട്ട് തുറന്നിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവിടെയുള്ള വിൻഡോ ആയാലും കറക്റ്റ് റോഡിലേക്കുള്ള വ്യൂ ആണ്. ആ കർട്ടൻ ഒന്ന് നോക്കിയാൽ അത്രയും സേഫ്റ്റി കുറവായിരുന്നു കേട്ടോ. നമ്മൾ എത്തിയത് ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു റൂം കിട്ടിയാൽ മതിച്ചിട്ട് നമ്മൾ ആ റൂം എടുത്തതാണ്. പക്ഷെ കുടുങ്ങിപ്പോയി. പുറത്തുനിന്ന് കണ്ടപ്പോൾ അധികം വൃത്തികേടൊന്നും ഇല്ലായിരുന്നു. അവർ നോക്കിയിട്ടാണ് എടുത്തോളാൻ പറഞ്ഞത്. പക്ഷെ ഉള്ളിലെത്തിയപ്പോൾ ഭയങ്കര മോശമായിപ്പോയി. റൂമിലാണെങ്കിൽ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഒരു ഫ്രഞ്ച് ഫ്രൈസും മാംഗോ ഷേക്കും പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ടേബിളിൽ വെച്ച് തിന്നാൻ എനിക്ക് ഇഷ്ടം തോന്നിയില്ല. അവിടെ പൊടിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബെഡിൽ വെച്ചിട്ടാണ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് നമ്മൾ രണ്ടാളും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് മേല് കഴുകി. എങ്ങനെയൊക്കെയോ മേല് കഴുകിയതാണ്. ബാത്റൂം ഒന്നും വൃത്തിയേ ഉണ്ടായിരുന്നില്ല, സേഫ്റ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് മേല് കഴുകി പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി ഗുരുവായൂർ വിശേഷം വേഗം വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ബൈ.